സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അക്കാര്യത്തിൽ പേടിക്കണ്ട, അതിന്റെ ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. മല്ലികയും കാണുന്നില്ല, മല്ലികയെ വിളിക്കാൻ പോയവരെയും കാണുന്നില്ല. ഇവർക്ക് എന്തോ നീ കാണിക്കുന്നത്? ഇനി മുഹൂർത്തം കഴിയാൻ 5 മിനിറ്റേ ഉള്ളൂ. വാ മോളെ. അത് ശരി, അകത്ത് യാത്ര പറയും തിരക്കില്ലായിരുന്നല്ലേ? മോനെ, ഇങ്ങ് വന്നേ. കരഞ്ഞതൊക്കെ മതി. അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്ക്. ഇറങ്ങാൻ നമുക്ക്. വേണ്ട മോളെ, അമ്മയുടെ അനുഗ്രഹം എന്നും പ്രാർത്ഥനയായി എപ്പോഴും എന്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. ചെല്ല്, കൃഷ്ണമാമയുടെ അനുഗ്രഹം വാങ്ങിക്കും. കൃഷ്ണമാമ, നല്ലതേ വരൂ. അപ്പൊ ഇനി സമയം കളയണ്ട, വേഗം വണ്ടിയിലോട്ട് കേറിയേ. മച്ച കാർത്തി, നമ്മുടെ വണ്ടി റെഡിയാ. വാ സുന്ദരി, വാ. ആരേത് വണ്ടി കയറണമെന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? വധുവരന്മാരുടെ വണ്ടി ഞാൻ ഓടിക്കുന്നു, ഇവർ രണ്ടും പുറകെ കയറുന്നു. അപ്പോ ഞങ്ങളുടെ വണ്ടി ആരും ഓടിക്കും? അത് ഞാൻ അതും ഇതും ഒന്നും പറയണ്ട, ഞങ്ങളുടെ കാറ് നീ തന്നെ ഓടിച്ചാ മതി. അപ്പൊ കാർത്തിയോ? കാർത്തിയും കാർത്തിയുടെ ഭാര്യയും കൂടി അവരുടെ ഈ കാറി പൊക്കോളൂ. എന്തിനാ വെറുതെ കട്ടുറുമ്പായിട്ട് അവരുടെ വണ്ടിയിൽ വലിഞ്ഞു കയറുന്നത്? എന്റെ മുത്തശ്ശൻ പൊളിയല്ലേ, ന്യൂജൻ യങ് ചിൽ ബ്രോ. അതല്ല. അതെ, ഒന്നും പറയണ്ട. നീ എന്ന് വണ്ടി എടുത്തേ. ശ്രീദേവി, മോളെ കൊണ്ടുവാ. വാ മോളെ. എന്നെ ഡ്രൈവർ ആക്കിയല്ലേ? വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. എങ്കി വണ്ടി വിട്ടോ. ആ ശാരദ വിളക്കൊക്കെ റെഡിയാക്കി വെക്കോ ആവോ? ഗൗരി ഉണ്ടല്ലോ അവിടെ, പേടിക്കണ്ട, എല്ലാം അവള് നോക്കിക്കോളും. അവള് കുറെ നോക്കും. മോനെ അരച്ചു കലക്കി കൊടുത്താ ഒറ്റ വലിക്ക് കുടിക്കും ഗൗരി. കാർത്തിക് കഷായം. ഫോണെടുത്ത് സംസാരിച്ചോളൂ.
പെണ്ണും കൂട്ടരൊക്കെ എത്തിന്ന് തോന്നുന്നു. വണ്ടി കിടക്കുന്ന കണ്ടില്ലേ? അത് കണ്ടാൽ അറിഞ്ഞൂടെ അമ്മേ? പിന്നെ എന്തിനാ തോന്നുന്നു പറയുന്നേ? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. വന്ന് വന്ന് എന്റെ അമ്മയെന്ന് പറഞ്ഞ് ഒരിടത്ത് കൊണ്ടുപോവാൻ എനിക്ക് നാണക്കേടാ. ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ വീട്ടിത്തരങ്ങളാ എഴുന്നള്ളിക്കുന്നത്. അതെങ്ങനെയാ? വരണ്ടെന്ന് പറഞ്ഞ കേക്കത്തില്ലല്ലോ. പെണ്ണിനെ കാണണം, എന്നിട്ട് പൊക്കോണം. കേട്ടല്ലോ? ആഹാ, ശാരദയായിരുന്നോ? ശാരദയ്ക്ക് പനിയാണെന്ന് മോള് പറഞ്ഞു. അതല്ലേ ചേച്ചി കല്യാണത്തിന് വരാതിരുന്നത്? നല്ല പനിയായിരുന്നു. മരുമോള് എങ്ങനെയുണ്ട്? നല്ല മിടുക്കി കുട്ടിയാ. പിന്നെ കൃഷ്ണൻ കണ്ടുപിടിച്ച പെൺകുട്ടിയാവുമ്പോ മോശമാവത്തില്ലല്ലോ. ഇവളൊരു ഫോട്ടോ പോലും കൊണ്ട് കാണിച്ചില്ലാന്നേ. മരുമോള് എന്തി? അകത്തുണ്ട്, വരൂ. വാ മോളെ, ആ, വാ, ഞാൻ ചായ എടുക്കാം. ചായയൊക്കെ പിന്നെ ആവാം. എവിടെ? മരുമോളെ വിളിക്ക്, ഞാനൊന്ന് കാണട്ടെ. ഏത് മുറിയില്ല? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ദേ, ആ മുറിയില്ല, സാരി മാറ്റുക. ആ, ഇപ്പൊ വരാം. എനിക്ക് കാർത്തിയുടെ കല്യാണത്തിന് വരണമെന്ന് വലിയ മോഹമായിരുന്നു. കഷ്ടകാലത്തിന് പനി കയറി പിടിച്ചു. വരാത്തത് നന്നായി. യാത്ര ചെയ്ത് അസുഖം എങ്ങാനും കൂടിയ അതും ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഞാനും അത് വിചാരിച്ചാ വരാതിരുന്നത്. ഗൗരിയുടെ അമ്മയാ മോളെ. കൂടെ നിർത്തിക്കൊണ്ട് പറയുന്നതല്ല, പാവാ, ശുദ്ധ സ്വഭാവ. സുന്ദരി എന്നാണല്ലേ മോളുടെ പേര്? പേര് മാത്രല്ല, ആള് സുന്ദരിയല്ലേ? അല്ലേ സുന്ദരി? നിങ്ങൾ സംസാരിക്കേ, ഞങ്ങളിപ്പോ വരാം. വാ സുന്ദരി. ചേച്ചി ഒന്നിങ്ങ് വന്നേ. നിങ്ങൾ പെണ്ണ് കണ്ടിട്ടൊന്നും അല്ലേ ചേച്ചി കല്യാണം ഉറപ്പിച്ചത്? നീ എന്താ അങ്ങനെ ചോദിച്ചേ? തുറന്നു തന്നെ ഞാൻ പറയാം. കാർത്തിക്ക് ചേരുന്ന പെണ്ണേ അല്ല അവള്. സുന്ദരിക്ക് വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുഴപ്പമുണ്ട്. ഇവര് രണ്ടുപേരും കൂടി റോഡിൽ കൂടെ പോയാ നാട്ടുകാരയ്യെന്ന് പറയും. നമ്മളെപ്പോലുള്ളവരുടെ വീട്ടില് ഇങ്ങനൊരു കൊച്ചു. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശാരദ, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ലല്ലോ. എല്ലാം സംഭവിച്ചു പോയില്ലേ? നീ വാ. അതൊന്നും കേട്ട് സുന്ദരി വിഷമിക്കണ്ട. നിങ്ങൾ തമ്മിൽ നല്ല ചർച്ചയാ. ഇനി അമ്മ ഇങ്ങനൊന്നും പറയില്ല. ഞാൻ വിലക്കിക്കോളാം അമ്മേ. വാ. അതൊക്കെ ഒന്ന് എടുത്തോ മോനെ. അത് ഞാൻ എടുത്തോളൂ. കുറച്ചുകൂടെ എന്തേലും വാങ്ങായിരുന്നു അല്ലേ കൃഷ്ണേട്ടാ? ഇതിന്റെ പോലും ആവശ്യമില്ല, അത് ഞാൻ പറഞ്ഞതല്ലേ. ഓരോരോ ആചാരങ്ങള്. എന്തായാലും വാങ്ങിയതല്ലേ, ഇനി അതിനെ കുറിച്ച് പറയണ്ട. ആ ആ മാധവേട്ടാ, ദേ അവരെത്തി. ആഹാ, വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേ കരുതി നിങ്ങളായിരിക്കുമെന്ന്. നിങ്ങൾ പോന്ന പുറകെ അച്ഛമ്മ ബഹളം തുടങ്ങി കൊച്ചുമോളെ കാണണമെന്നും പറഞ്ഞു. അതുകൊണ്ടാ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ കൊച്ചിങ്ങോട്ട് പോകുന്നതിന് ശേഷം എന്റെ മനസ്സിനകത്തൊരു വല്ലാത്ത വെപ്രാളമായിരുന്നു. അയ്യോ
വെപ്രാളപ്പെടാൻ വേണ്ടി ഭീകരന്മാരൊന്നും ഇവിടെ ഇല്ലല്ലോ അച്ഛമ്മേ. കുറച്ച് കഴിയുമ്പോ നോക്കിക്കോ, എവിടെ നിൽക്കാനാ ഇഷ്ടമെന്ന് ചോദിച്ചാ സുന്ദരി പറയും, ദേ ഇവിടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നാ മതിയെന്ന്. അത് ശരിയാട്ടോ. ഈ വീടിനൊരു ചെറിയ കുഴപ്പമുണ്ട്, വന്നാ പിന്നെ പോവാൻ തോന്നൂല. ഇവിടെ വന്നിട്ട് തിരിച്ചു പോന്ന ഒറ്റ പറച്ചില്ല, അമ്മയുടെ കൈപ്പുണ്യം ഒന്നും നിനക്ക് കിട്ടിയിട്ടില്ലെന്ന്. ആ പറഞ്ഞത് സത്യം തന്നെയാ. എന്റെ പൊന്നോ, അമ്മൂമ്മ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരി സൂപ്പറാ. എന്നാ ഒരു കാര്യം ചെയ്, നീ ഇവിടെ തന്നെ അങ്ങ് നിന്നോ. ആ അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവക്കൊരാൾക്കുള്ള ആഹാരം കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ നമ്മുടെ അവിടെ, അല്ലേ? എങ്ങനുണ്ടിപ്പോ? എന്നെ കുറ്റം പറയാനാണല്ലോ അച്ഛനും മോളും ഒറ്റ കെട്ട. അങ്ങ് വാ, വെച്ചിട്ടുണ്ട് രണ്ടിനും. എന്തായാലും ശരി, സുന്ദരി ചേച്ചിക്ക് ഇനി വായിക്ക് രുചിയായിട്ട് ഫുഡ് കഴിക്കാം. ആഹാ, അത് നീ എനിക്കിട്ടൊന്ന് കുത്തിയതാണല്ലോ. അപ്പൊ എനിക്ക് പാചകമൊന്നും അറിയില്ല എന്ന് നീ പറയാതെ പറഞ്ഞതാണല്ലേ? അയ്യോ, ഞാനത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മോളെ. അല്ല, ഞാനിതൊക്കെ തൂക്കി പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഇതെവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ? ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ കൃഷ്ണ? പഴക്കൊലയും പലഹാരമൊക്കെ വാങ്ങിയതുണ്ടല്ലേ? അമ്മാവാ, ഇതിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇതെല്ലാം ഈ മല്ലികയുടെ ഓരോ പിടിവാശിയാ. എന്റെ പൊന്നമ്മാവാ, ഇതുകൊണ്ട് തന്നെ നിന്നത് വലിയ ഭാഗ്യമായി പോയി. അല്ല, ഇതൊക്കെ നമുക്ക് എവിടെയാ ഒന്ന് അകത്തേക്ക് വെച്ചു. ആ അധികം നിൽക്ക്. ഇതും കൂടി സൂക്ഷിക്കണം കേട്ടോ. അല്ല, സുന്ദരി ചേച്ചി എവിടെ? ആ, സുന്ദരിക്ക് ഒരു പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അകത്ത് രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങള് വാ. സത്യം ഞാൻ പറഞ്ഞത്. കുഞ്ഞില് തൊട്ട് എനിക്ക് അറിയാവുന്നല്ലേ കാർത്തിയെ, എന്ത് പാവാണെന്നറിയോ? എന്തായാലും സുന്ദരി ഭാഗ്യം ചെയ്ത കുട്ടിയാന്ന് ഞാൻ പറയും. അതിന്റെ കാരണം എന്താണെന്നറിയോ? എന്താ? ഈ കാർത്തി എന്തോരം പെണ്ണുകാള് നടത്തിയാന്നറിയോ? ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലാന്നേ. അവൻ ഇങ്ങനെ ഒരു സുന്ദരിയെ കണ്ടയുടൻ ഇഷ്ടായെന്ന് പറയണമെങ്കിൽ അത് സുന്ദരിയുടെ ഭാഗ്യല്ലേ? അതെ, എല്ലാം ദേവിയുടെ അനുഗ്രഹം തന്നെയാ. ഹലോ, പുറത്തൊരു വണ്ടി വന്നാ പോലും അതാരാന്ന് നോക്കരുത് കേട്ടോ. അയ്യോ, ഇതെപ്പം വന്നടി? ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല? അതന്നെ ഞാൻ പറഞ്ഞത്. ദേ, ഞങ്ങൾ ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ. സൂപ്പർ ഡ്രസ്സാണല്ലോ മാലിനി. ഇതൊക്കെ കല്യാണത്തിന്റെ വകയില് കാർത്തിക് മാമൻ എടുത്തു തന്നതാ. ഓ, എന്തായാലും ഗൗരി ചേച്ചിക്ക് ഒരു കൂട്ടായല്ലോ. ഞാൻ വന്ന് നിക്കുന്നില്ല എന്ന പരാതി ഇതോടെ നിർത്തിക്കൊള്ളണം. പകരം ഒരാളെ തന്നിട്ടുണ്ട്. അമ്മ അച്ഛമ്മയൊക്കെ എവിടെ? ആ, അവര് വന്ന ഉടനെ അമ്മൂമ്മയായിട്ട് ജോയിൻ ചെയ്തു. ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. ഗൗരി ചേച്ചി, സുന്ദരിയുടെ കാര്യം ഓർത്ത് ആർക്കും ഒരു ടെൻഷനും വേണ്ട. സ്വന്തം വീടായി കരുതി സുന്ദരിക്ക് ഇവിടെ നിൽക്കാം. ആ, ഉള്ളത് പറയാലോ. എന്നെക്കാളും പാവ എന്റെ ഈ അമ്മ. തിരിച്ചു പോകുമ്പോ എന്റെ സാരികളെ പെറുക്കി കൊണ്ടുപോവാനാ ഈ സോപ്പിടിയില്. ഓ പിന്നെ, ഒന്ന് പോമ്മേ. കൃഷ്ണൻ എത്ര വാങ്ങിക്കൊടുത്താലും ശരി, എന്റെ പഴയ ഓർമ്മ എടുത്തോണ്ട് പോയില്ലെങ്കിൽ ഇവക്കൊരു സമാധാനക്കുറവാ. അത് ഇല്ലായ്മ കൊണ്ടൊന്നും അല്ല ലക്ഷ്മി, അമ്മയുടെ മണം കിട്ടാനുള്ള ഒരു കൊതിയല്ലേ. അതിന് പഴയത് തന്നെയാ നല്ലത്. സുന്ദരി എന്തായാലും എന്റെ തുണിയൊന്നും എടുക്കാൻ പോണില്ല. കുഞ്ഞിലെ മുതലേ അവൾ അറിഞ്ഞിട്ടുള്ള മണം ഈ അച്ചമ്മയുടെ. ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അവളെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. അച്ചമ്മ, അവളുടെ അച്ഛനും അമ്മയും എല്ലാം.
കരയാണോ? എന്തോന്നാ ഇത്? സന്തോഷമുള്ളൊരു ദിവസമായിട്ട് ഇങ്ങനെയാണോ? സന്തോഷം കൊണ്ടാ ലക്ഷ്മി. സുന്ദരിയുടെ അച്ഛൻ പോയ ശേഷം ഞാൻ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചത് തന്നെ ഇന്നാ. എല്ലാം എന്റെ മോളുടെ ഭാഗ്യം. അല്ല, ഈ കാർത്തി ഇത് എവിടെ പോയി? അവൻ അറിഞ്ഞല്ലേ ഞങ്ങൾ വന്നത്? 3 നേരം കുളിക്കുന്ന മഹാനല്ലേ, മിക്കവാറും കുളിക്കാൻ കയറി കാണും. അതെ, ഇങ്ങനെ കഥയും പറഞ്ഞിരുന്നാ മതിയോ? ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇറങ്ങായിരുന്നു. നേരെ ഇപ്പൊ ഇരുട്ടും. ഓ തുടങ്ങി. ഇവിടെ വന്നാ പോകാൻ ധൃതി. ദേ ഇവക്കാ. അയ്യോ, ആ പാവത്തിന് വെറുതെ കുറ്റം പറയണ്ട. ഞാനാ അത് ചോദിക്കാൻ പറഞ്ഞത്. ഓ ആ, എന്നാ പിന്നെ ഇനി വെച്ച് താമസിപ്പിക്കണ്ട, എല്ലാരും വിളിച്ചോ, നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതെ. എവിടെ? ആ, ഒളിഞ്ഞിരിക്കുന്ന പ്രതിയെ ദേ കയ്യോടെ പിടിച്ച് ഹാജരാക്കിയിട്ടുണ്ട്. ഹ, നാണിച്ച് നിൽക്കാതെ മുന്നോട്ട് വാങ്ങളെ. അല്ല, നീ ഇത് എവിടെ പോയിരിക്കായിരുന്നു എന്റെ കാർത്തി ഇതുവരെ? ഞങ്ങൾ വന്നിട്ട് എത്ര നേരമായെന്നറിയോ? ഞാനിവിടെ മുറിയില് ഫോൺ ചെയ്തോണ്ടിരിക്കായിരുന്നു. ആ, ഈ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നപ്പോ ഇവൻ പലരെയും കല്യാണത്തിന് വിളിച്ചില്ലല്ലോ. അറിഞ്ഞവർ വിളിച്ച് പരിഭവം പറഞ്ഞതാ. ആ അതൊക്കെ പോട്ടെ. സുന്ദരി എവിടെ? ദേ വരുന്നുണ്ട്. അപ്പോ ഞാൻ തന്നെ കാര്യം പറയാം. എനിക്ക് ഒരുപാട് കടപ്പാടുള്ള ഒരു കുടുംബമാണ് സുന്ദരിയുടേത്. അതുകൊണ്ട് അവക്ക് വിവാഹ സമ്മാനമായി എന്തെങ്കിലും കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതൊക്കെ നിന്റെ ഇഷ്ടമല്ലേ, എന്താന്ന് വെച്ചാ ചെയ്തോ. ചെയ്തു കഴിഞ്ഞു. മോളെ, ഇത് സുന്ദരിയുടെ പേരിൽ ഞാൻ എഴുതിയൊരു പ്രമാണം. എന്റെ പേരിലുള്ള സ്വത്തിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ സുന്ദരിക്ക് കൊടുത്തു. എന്തിനാ ആങ്ങളെ ഇതൊക്കെ? മല്ലികയ്ക്കല്ല, ഞങ്ങളുടെ മോൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഓഹരി. അതങ്ങനെ കരുതിയാൽ മതി. അപ്പോഴേ രണ്ടാളും ചേർന്ന് ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് വാങ്ങിക്കും. ഏയ് അതൊന്നും വേണ്ട, അത് സുന്ദരി മേടിച്ചോളൂ. അതെന്ത് പറച്ചില്ല കാർത്തി ഇത്? രണ്ടാളും അങ്ങോട്ട് ചേർന്ന് നിന്നേ. ആ, സുന്ദരി അങ്ങോട്ട് ചേർന്ന് നിന്നേ. കാർത്തിക് വന്നേ, രണ്ടുപേരും കൂടെ കൈ നീട്ടിക്കേ. നീട്ടുന്നേ അങ്ങളെ കൊടുക്ക്. അല്ല, ഏയ് മോളെന്തോ ഒരു സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? കൊടുക്ക്. എന്റെ ചേച്ചിക്കുട്ടിക്ക് എന്റെ വക ഒരു ചെറിയ സമ്മാനം. എന്താ ഇത്? ഒരു കുഞ്ഞു മൊബൈല്. ആഹാ, വാങ്ങിച്ചോ ചേച്ചി? എനിക്ക് മൊബൈല്. ഇത് പിടിക്കേ. വാങ്ങിച്ചോ മോളെ? അപ്പോ ചടങ്ങുകൾ എന്ന് പറഞ്ഞാ ഇത്രയൊക്കെ ഉള്ളൂ. ഏയ് അല്ലല്ല, മറുവീട് ചെറിയ രീതിയിലാണെങ്കിലും ചെറുതല്ലാത്തൊരു ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആഹാ, എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, അതിലേക്ക് തന്നെ അങ്ങ് കിടക്കാം. വാ വാ, എല്ലാരും വാ. ചേട്ടായി
കറി ഒഴിക്കുവാണേ. എനിക്ക് വേണ്ടടാ. ദേ ആഹാരത്തിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ ചേട്ടായിയുടെ കൂടെ നിൽക്കുന്നു. ഒരു പ്രതീക്ഷയും വേണ്ട. നല്ല സൂപ്പർ ചിക്കൻ നമ്മളെ സുനിച്ചേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ. ആ ഒരു പൊറോട്ട എടുത്ത് കഴിക്കുന്നേ. എനിക്ക് വേണ്ടത് പറഞ്ഞല്ലടാ. ആ കഴിഞ്ഞത് കഴിഞ്ഞു. സുന്ദരി പോവുകയും ചെയ്തു. ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ കള്ളു കുടിച്ച് നടന്ന കൂമ്പ് വാടുമെന്നല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് ആഹാരം ഇറങ്ങത്തില്ലടാ. എന്റെ നെഞ്ചു കിടന്ന് പടപടാന്നിടിക്കുക. എന്റെ വയറ്റിനകത്ത് അപകടം. ഞാൻ എന്തായാലും കഴിക്കാൻ പോകും. കല്യാണത്തിന് പോയപ്പോ പോയ കാര്യം നടന്നില്ലെങ്കിലും സദ്യ എങ്കിലും കഴിക്കാന്ന് കരുതിയതാ. അടി കിട്ടാതെ രക്ഷപ്പെട്ടത് മഹാഭാഗ്യം. നിനക്കല്ലേ കിട്ടാത്തത്, എനിക്ക് ഭേഷായി കിട്ടിയല്ലോ. വെറുതെ മല്ലികാമ്മയെ വെല്ലുവിളിക്കാൻ പോയിട്ടല്ലേ? വലിയ ബുദ്ധിമാനാണെന്നാ വിചാരം. എന്റെ ചേട്ടായി ആ മൊട്ട തല വെച്ചൊന്ന് ആലോചിച്ചു നോക്ക്. ഒളിച്ചോടാനോ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയാനോ ആയിരുന്നെങ്കിൽ ആ കല്യാണ മണ്ഡപത്തിൽ എത്തുന്നവരെ കാത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു സുന്ദരിക്ക്? നേരത്തെ അങ്ങ് പൊയ്ക്കൂടായിരുന്നു. അത്ര ആൾക്കാരെ മുന്നിൽ കിടന്ന് കല്യാണം മുടങ്ങി എന്ന് വിളിച്ചു കൂവിയേക്കുന്നു. വന്ന ബുദ്ധി. നിന്റെ തീറ്റി ഞാൻ മണ്ട എഴുന്നേറ്റ് പോടാ. ചേട്ടായി പൊറോട്ട എന്റെ ദൈവമാണ്. അതിനോട് ഇങ്ങനെ കാണിക്കില്ലായിരുന്നു. തീറ്റി എന്നൊരു കാര്യമല്ലാതെ വേറെ വല്ല ചിന്തയുണ്ടോ നിനക്ക്? അവന്റെ ഒടുക്കത്തെ പൊറോട്ട തീറ്റി ൂടുകളെ. സുന്ദരിയുടെ കല്യാണം മുടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പട്ടിണിയിടുന്ന് ചാവാനൊന്നും എനിക്ക് വയ്യ. നല്ല കിടുക്കം പൊറോട്ടയായിരുന്നു. കൊലച്ച് ഊട്ടായി. ഇനി മേലെ ഇങ്ങനത്തെ പോക്കണം കണ്ട് കാണിക്കരുത്. മനുഷ്യന് വിശന്നിട്ട് വയ്യ. അവളിപ്പോ ആ കെട്ടിയോന്റെ വീട്ടിലായിരിക്കും അല്ലടാ. ഞാൻ അവളെ പുറകെ പോയി നോക്കിയൊന്നുമില്ല. ഇനിയിപ്പോ ഇവിടെ നിന്ന് കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കളി അവിടേക്ക് മാറ്റണം, കാർത്തികിന്റെ വീട്ടിലേക്ക്.